ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായത്തിന് കേരള ഗവൺമെന്റ് നൽകി വരുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്ന രീതിയിൽ നൽകി വരുന്ന ഒരു ധനസഹായത്തിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് village.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആദ്യം തന്നെ അപേക്ഷിക്കുന്ന ആളുടെ പേര്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഐ ആം നോട്ട് റോബോട്ട് കൊടുക്കുക. രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് ഒരു പാസ്വേഡ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും മുഴുവൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ലോഗിൻ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഡാഷ്ബോർഡിലോട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ കാണുന്ന ഡീറ്റെയിലുകളെല്ലാം തന്നെ പൂരിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപേക്ഷകന്റെ പേര്, ജനന തീയതി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനന തീയതി ഇവിടെ വരുന്ന ജനന വയസ്സ് ഇവിടെ വരുന്നതാണ്. വീട്ടുപേര്, ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഏരിയ, സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക്, സിറ്റി, പിൻകോഡ്, പോസ്റ്റ് ഓഫീസിന്റെ പേര്, മൊബൈൽ നമ്പർ, അപേക്ഷകനെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ, അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ പേര്, ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റേഷൻ കാർഡിന്റെ പകർപ്പ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് PDF അല്ലെങ്കിൽ JPG ആയിരിക്കണം. അതിനകത്ത് ഫ്രണ്ട് പേജും അംഗങ്ങളുടെ പേര് ഉൾപ്പെടുന്ന ഫയൽ നമ്മൾ ഒരുമിച്ച് വെച്ചതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ ആധാർ കാർഡ് നമ്പറും അതിന്റെ പകർപ്പ് താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്, അത് ഇവിടെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ തീയതി എത്രയാണെന്നുള്ള കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പാണ്, അത് കൃത്യമായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തില് അപേക്ഷകൻ പ്രായപൂർത്തിയാകാത്തവനോ അതുമല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനോ ആണെങ്കിൽ മാത്രം രക്ഷിതാവിന്റെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തി കൊടുക്കുക. അതിനെല്ലാത്ത കേസുകളാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം. താമസിക്കുന്ന സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാങ്കിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാങ്കിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിന്റെയും ഫയൽ സൈസ് എന്നുള്ളത് 1 MB ആയിരിക്കണം, 1 MB താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ PDF ഫയൽ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് അപേക്ഷകൻ ഇതിനു മുൻപ് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ട് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് റിന്യൂവൽ ആണെങ്കിൽ ഇവിടെ ഉണ്ട് കൊടുത്ത് നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ ഉള്ള കാലയാപനത്തിന് യാതൊരു മാർഗവും ഇല്ലെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ വിവരിക്കുന്ന ബന്ധുക്കൾ എനിക്കുണ്ട്, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, അമ്മയുണ്ടെങ്കിൽ അമ്മ, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ്, അതുപോലെ തന്നെ ഭാര്യ, മക്കള്, മകൻ ആരും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ആരും ഇല്ലാത്ത കേസാണെങ്കിൽ ആരുമില്ല എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കേരളീയനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗവൺമെന്റിൽ നിന്നോ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നോ എനിക്ക് തുടർച്ചയായി ധനസഹായം ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ക്യാൻസർ വാർഡിൽ പെട്ട് ചികിത്സ നടത്തുന്നില്ല എന്നീ ഓപ്ഷനിൽ ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്നുള്ള ഭാഗത്ത് അതെ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഗ്രി ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ടിക്ക് കൊടുത്ത് അതിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാനും സാധിക്കണം. മൈ അപ്ലിക്കേഷൻ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായത്തിനുള്ള അപേക്ഷ, നമ്മൾ വില്ലേജിലേക്കുള്ള അപേക്ഷ നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്.